ഇപ്പോൾ ആ മുദ്രാവാക്യം വഴി നമ്മുടെ ചെവിയിൽ ഉയർന്നു കേൾക്കുന്നുണ്ട്. കരണേ വിയത്തെ ആര് പറഞ്ഞു മരിച്ചെന്ന് എന്ന് പറഞ്ഞ് അവർ വിളിക്കുകയാണ്. ആര് പറഞ്ഞു മരിച്ചു എന്ന് ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്ന മുദ്രാവാക്യം അവരിപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ മനസ്സിൽ വിയത്ത് ഇപ്പോഴും മരിച്ചിട്ടില്ല എന്നാണ് അവർ മുദ്രാവാക്യത്തിലൂടെ പറയുന്നത്. എന്തായാലും ആ സ്നേഹം വിയത്ത് നൽകിയ കേരളത്തിന്റെ സമൂഹത്തിന് നൽകിയ ആ സ്നേഹം അത് 10 മടങ്ങായിട്ട് കേരളം തിരിച്ചു കൊടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് ആലപ്പുഴയിൽ നിന്ന് ഇന്നലെ കൊല്ലത്തിൽ നിന്നും ഇന്നലെ തിരുവനന്തപുരത്ത് നിന്നും എല്ലാം കാണാൻ കഴിഞ്ഞത്. കാസർഗോഡ് നീലേശ്വരം മുതൽ ഉള്ള ആൾക്കാർ ഇന്നലെ വൈകിട്ട് ട്രെയിൻ കയറിയ ആൾക്കാരുണ്ട്, ബസ് കയറിയ ആൾക്കാരുണ്ട്. അവരെല്ലാം വന്ന് രാവിലെ മുതൽ നിൽക്കുകയാണ് വിയത്തിന് ഒരു നോക്ക് കാണാൻ വേണ്ടി. അങ്ങനെ ആ സ്നേഹം വിയത്ത് എന്താണോ നൽകിയത് അതേ സ്നേഹം അതേ രൂപത്തിൽ അല്ലെങ്കിൽ അതിനേക്കാൾ മേലെ വി എസ് അച്യുതാനന്ദന് തിരികെ നൽകുകയാണ്. ഇപ്പോൾ വലിയ ചുടുകാടിലേക്ക് വലിയ ജനത്തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ആൾക്കാർ ഇങ്ങനെ മഴയായിട്ടും വലിയ ചുടുകാടിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇവിടെയും വലിയ തിരക്കുണ്ടാകുമെന്ന കാര്യത്തിലും സംശയമില്ല. സൈഫുദ്ദീൻ, തീർച്ചയായും വിടപറച്ചിലിൻ്റെ യാത്ര പറച്ചിലിൻ്റെ ഓരോ ഘട്ടങ്ങൾ പിന്നിടുകയാണ് വി എസ്. ഇന്ന് ഉച്ചയോടുകൂടി വേലിക്കകത്ത് വീട്ടിൽ നിന്നും വീടിനോട്, തനിക്ക് ജന്മം നൽകിയ മണ്ണിനോട്, താൻ ഏതെല്ലാം നിലയിലേക്ക് വളർന്നുവോ അതിനൊക്കെ കാരണമായ മണ്ണിനോട് വിട പറഞ്ഞിറങ്ങിയതാണ്. പിന്നീട് 2 മണിയോടുകൂടി DC ഓഫീസിലേക്ക് എത്തുന്നു. താൻ മുൻകൈയെടുത്ത പണി പൂർത്തിയാക്കിയ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസ്. 1 മണിക്കൂർ സമയമാണ് അതിനകത്ത് വി എസ് ഉണ്ടായിരുന്നത്. ഒരു 5 മണിയോടുകൂടി DC ഓഫീസിൽ നിന്നും ഇറങ്ങി. ആ ഓഫീസിനോടുള്ള വിട പറച്ചിൽ അത് അങ്ങേറ്റം വൈകാരികമായിരുന്നു, വികാരനിർഭരമായിരുന്ന കാര്യത്തിൽ തർക്കമില്ല. എന്ന് വെച്ചാൽ വി എസിൻ്റെ പഴയ തട്ടകം ഒരു പക്ഷേ വീട്ടിൽ വളരെ കുറച്ച് സമയം മാത്രമായിരിക്കണം വി എസ് ഉണ്ടായിരുന്നു. കൂടുതൽ സമയവും താൻ മുൻകൈയെടുത്ത് പണി കഴിപ്പിച്ച ആ പഴയ തട്ടകത്തിൽ ജില്ലാ കമ്മിറ്റി ഓഫീസിലായിരുന്നിരിക്കണം ഒരു ഭരണാധികാരിയൊക്കെ ആകുന്നതിന് മുമ്പ് വി എസ് ഉണ്ടായിട്ടുണ്ടാവുക. അങ്ങനെ ആ പാർട്ടി ഓഫീസിനോട് വിട പറയുക എന്നുള്ളത് തന്നെ അങ്ങേറ്റം അതിവൈകാരികമായൊരു സന്ദർഭമാണ്. അത് കഴിഞ്ഞ് റിക്രിയേഷൻ ഗ്രൗണ്ടിലെ ഇന്നത്തെ ഏറ്റവും വലിയ പൊതുദർശനം അതെപ്പോൾ തീരും എന്നറിയില്ല. ഷൈജു ഉണ്ട്. ഷൈജു എവിടെയാണുള്ളത്? ഈ റിക്രിയേഷൻ ഗ്രൗണ്ടിലെ പൊതുദർശനം എപ്പോഴത്തേക്ക് അവസാനിപ്പിക്കാൻ കഴിയുമെന്നാണ് ഇപ്പോൾ നേതാക്കളുടെയൊക്കെ ഒരു തോന്നൽ. അത് കഴിഞ്ഞ് എപ്പോഴത്തേക്ക് ഈ അവസാനത്തെ വിലാപയാത്ര ആരംഭിക്കും ഷൈജു? അങ്ങനെ ഒരു കൃത്യമായ നിശ്ചയം സംഘാടകരെ സംബന്ധിച്ചിടത്തോളം, ജില്ലാ ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്ന് വേണം നമുക്ക് പറയാൻ. കാരണം ഇവിടെ 11 മണിക്ക് തുടങ്ങി 3 മണിക്ക് അവസാനിക്കും എന്ന് കരുതിയ പൊതുദർശനമാണ് 6:15 ശേഷം ആരംഭിച്ചത് തന്നെ. അതുകൊണ്ട് തന്നെ ഇവിടെ എത്തിയ സഖാവിനെയും അവസാന മനുഷ്യനെയും വി എസിനെ കാണിച്ചിട്ട് നിർത്തും എന്ന ഒരു പ്രഖ്യാപനമാണ് അവർ നടത്തിയിട്ടുള്ളത്. അതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണമാണ് ഇവിടെ നടത്തിയിട്ടുള്ളതും. അതേറെക്കുറെ വിജയിക്കുന്ന ഒരു കാഴ്ച നമുക്കിവിടെ കാണാനും കഴിയുന്നുണ്ട്. കാരണം വി എസ് അച്യുതാനന്ദന്റെ ചേതനം ഈ ഗ്രൗണ്ടിനകത്തേക്ക് കൊണ്ടുവന്നതിന് ശേഷം ആദ്യം പോലീസ് സേനയാണ് അത് ഏറ്റെടുത്തത്. പോലീസ് സേന ഏറ്റെടുത്ത് സംസ്ഥാന പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ ദേശീയ പതാക പുതച്ച് ആദരമർപ്പിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ഇവിടെ കേരളത്തിന്റെ നേതാക്കന്മാർ, ജനപ്രതിനിധികൾ ഇവർക്കെല്ലാവർക്കും അന്തിമോപചാരം അർപ്പിക്കാൻ, റീത്ത് സമർപ്പിക്കാനുള്ള അവസരം ഒരുക്കി. ആ അവസരം ഒരുക്കിക്കൊണ്ടുള്ള ഒരു ക്രമീകരണം നടത്തി. അത് വളരെ വേഗം ിക്കാൻ സംഘാടകർക്ക് കഴിഞ്ഞു. ഇപ്പോൾ പൊതുജനങ്ങൾക്കുള്ള അവസരമാണ്. ഈ പന്തലിനകത്ത് തടിച്ചുകൂടിയ ആയിരക്കണക്കിന് ആളുകളുണ്ട്, പുറത്തുള്ള ആളുകളുണ്ട്. ഇവരെല്ലാം 4 വരികളായി തീർത്ത് 2 കിഴക്കോട്ടും പടിഞ്ഞാറേക്കും 2 സൈഡിലേക്കും പുറത്തേക്ക് പോകുന്നതിനുള്ള അവസരം ഒരുക്കിക്കൊണ്ട് വേഗത്തിൽ പൊതുദർശനം ചെയ്യുന്നതിന് ഒരു വിജയം നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. വേഗത്തിലാണ്. കാരണം ഒരു സൈഡിൽ PP ചിത്തരഞ്ജനും മറു സൈഡിൽ മന്ത്രി സജി ചെറിയാനും നിന്നുകൊണ്ടുള്ള വലിയ ക്രമീകരണമാണ്. ആ ക്രമീകരണം ഏറെക്കുറെ വിജയിക്കുന്ന കാഴ്ച. അതിനോടൊപ്പം വോളണ്ടിയർമാരും പോലീസ് സംവിധാനവും കൂട്ടുചേർന്നുകൊണ്ടുള്ള വളരെ കൃത്യമായ ചിട്ടയോടുകൂടിയുള്ള ഒരു ക്രമീകരണം വിജയിക്കുന്ന കാഴ്ച കാണാൻ കഴിയുന്നു. വി എസ് അച്യുതാനന്ദന്റെ അടുത്തേക്ക് എത്തുമ്പോൾ തന്നെ കണ്ടമിടറി മുദ്രാവാക്യം വിളികളോടുകൂടിയാണ് നമ്മൾ കാണേണ്ട കാഴ്ച. വീൽ ചെയറിൽ പോലും ആളുകൾ എത്തി വി എസ് അച്യുതാനന്ദന് അർഹിക്കുന്ന തരത്തിലുള്ള യാത്രയയപ്പ് നൽകുന്ന ഒരു കാഴ്ച. കാരണം ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം
വി എസ് അച്യുതാനന്ദനെ രൂപപ്പെടുത്തിയ വി എസ് അച്യുതാനന്ദൻ എന്ന രാഷ്ട്രീയ നേതാവിനെ, വി എസ് അച്യുതാനന്ദൻ എന്ന ജനകീയ നേതാവിനെ രൂപപ്പെടുത്തിയ, അദ്ദേഹത്തിന് രൂപവും ഭാവവും നൽകിയ അദ്ദേഹത്തിന്റെ ശരീരഭാഷയെക്കുറിച്ച് നമുക്കറിയാം. വി എസ് അച്യുതാനന്ദന്റെ ശരീരഭാഷ തന്നെ കേരളത്തിലെ ജനങ്ങൾ ആസ്വാദ്യകരമായി കണ്ട് കേട്ട ഒരു കാര്യമാണ്. ആ ശരീരഭാഷയെ രൂപപ്പെടുത്തിയത് പോലും ഈ കുട്ടനാട് എന്ന് പറയുന്ന കർഷക തൊഴിലാളികൾക്ക് മുന്നിൽ പാർട്ടി പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള ക്ലാസ് എടുത്തതിനു ശേഷമാണ്. ആ ശരീരഭാഷ ജീവിതാന്ത്യം വരെ തുടരുകയും അതിനകത്തുനിന്ന് വരുന്ന തമാശകളും അതിലൂടെ വരുന്ന ഗൗരവങ്ങളും കേരളം കേട്ടാസ്വദിച്ച മണ്ണിൽ നിന്നാണ് അദ്ദേഹം ഇന്ന് യാത്രയാകുന്നത്. അദ്ദേഹത്തെ രൂപപ്പെടുത്തിയ ആലപ്പുഴ, ആ ആലപ്പുഴയിലാണ് അദ്ദേഹം അവസാനമായി ജനങ്ങൾക്കിടയിൽ അദ്ദേഹം ഇപ്പോൾ കിടക്കുന്നത്. ആ ജനങ്ങൾ ഓരോരുത്തരും കണ്ടമിടറി മുദ്രാവാക്യം വിളിക്കുകയാണ്. കണ്ണേ കരളെ VSA, ഞങ്ങളുടെ നെഞ്ചിലെ റോസാപ്പൂവേ, ഇല്ല ഇല്ല മരിക്കില്ല എന്ന മുദ്രാവാക്യം വിളികളോടുകൂടി കണ്ടമിടറുകയാണ്. ഒരു വശത്ത് ആലപ്പുഴയുടെ കടലോരം ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നു. ആ സങ്കടക്കടലിനെ ഏറ്റെടുത്തതുപോലെയാണ് ആ കടൽ ആഞ്ഞടിക്കുന്നത്. ആ കടൽ തീർത്ത തിരമാല പോലെയാണ് വലിയ ജനക്കൂട്ടം ഇതിനകത്ത്. വി എസ് അച്യുതാനന്ദനെ അവസാനമായി ഒരു നോക്ക് കാണുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ക്യൂവിൽ, ആ നീണ്ട നിരയിൽ നിന്ന് മുദ്രാവാക്യം വിളിക്കുന്നു. ആ മഴ നനഞ്ഞ് ഒരു തോർത്തുമുണ്ട് പോലും കൊണ്ട് തലയോ ശരീരമോ തുടയ്ക്കാതെ ആ നനഞ്ഞ ശരീരത്തോടുകൂടി പന്തലിനകത്തേക്ക് കയറി വന്ന് വി എസ് അച്യുതാനന്ദന് വേണ്ടി മുദ്രാവാക്യം വിളിച്ച് കണ്ഠമിടറി യാത്രയാക്കുന്ന കാഴ്ച അങ്ങേയറ്റം വൈകാരികമായ കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവിനെ ഈ അടുത്ത കാലത്ത് ഇങ്ങനെ യാത്രയാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉമ്മൻചാണ്ടിയുടെ മരണശേഷം മറ്റൊരു ജനനേതാവിന് കേരളം നൽകുന്ന അർഹിക്കുന്ന ആദരവിന്റെ കാഴ്ചയാണ് ആലപ്പുഴ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ കാണുന്നത്. കാരണം ആലപ്പുഴ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ നിന്നും ഇനി വലിയ ചുടുകാട് എന്ന അന്ത്യവിശ്രമ സ്ഥലത്തേക്കുള്ള യാത്രയാണ്. കേവലം 4 കിലോമീറ്ററേ ഉള്ളൂ എങ്കിൽ പോലും അതെത്ര സമയമെടുക്കും എന്നത് കണ്ടറിയണം. ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നും റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്കും അതേ ദൂരമാണ് ഉണ്ടായിരുന്നത്. അവിടേക്ക് വരാൻ 1 മണിക്കൂറിലധികം സമയമെടുത്തെങ്കിൽ ഇനി വലിയ ചുടുകാടിലേക്ക് എത്ര സമയമെടുക്കും എന്നത് കൃത്യമായി പറയാൻ പോലും കഴിയാത്ത വിധം മുന്നോട്ട് പോവുകയാണ് കാര്യങ്ങൾ. ആ വലിയ ചുടുകാടിൽ TB തോമസിനും R സുഗതനും CK ചന്ദ്രപ്പനും KR ഗൗരിയമ്മയ്ക്കും അടുത്തേക്കാണ് വി എസ് അച്യുതാനന്ദൻ എന്ന കേരളത്തിന്റെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് നേതാവ് അന്ത്യവിശ്രമം കൊള്ളാൻ പോകുന്നത്. അല്പസമയത്തിനകം ഈ പൊതുദർശനം അവസാനിപ്പിക്കാനുള്ള ഒരു ശ്രമം സംഘാടകർക്കുണ്ടെങ്കിലും അതെത്രമാത്രം വിജയിക്കുമെന്നറിയില്ല. കാരണം അണ്ണ മുറിഞ്ഞാതെ ആളുകൾ ഇങ്ങനെ അണ്ണ പൊട്ടി കണ്ഠമിടറി മുദ്രാവാക്യം വിളിച്ച് ഇതിനകത്തേക്ക് പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു. അവരെ നിയന്ത്രിക്കാൻ പോലീസും സംഘാടകരും ജില്ലാ ഭരണകൂടവും റെഡ് വളണ്ടിയർമാരും നന്നേ പാടുപെടുന്നുണ്ട്. ഇതിനെല്ലാം സാക്ഷിയായി കേരളത്തിന്റെ മുഖ്യമന്ത്രി, ചീഫ് സെക്രട്ടറി, മന്ത്രിമാർ, രാഷ്ട്രീയ നേതാക്കന്മാർ എല്ലാവരും സാക്ഷിയായി ഇവിടെയുണ്ട്. അവരുടെ മുന്നിലാണ് വി എസ് അച്യുതാനന്ദൻ എന്ന ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ, ഒരുപക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിറവിക്ക് പോലും രാജ്യത്ത് സാക്ഷ്യം വഹിച്ച ആ ജീവിച്ചിരിക്കുന്നതിൽ അവസാനത്തെ ആളെന്ന് വിശേഷിപ്പിക്കാവുന്ന വി എസ് അച്യുതാനന്ദൻ എന്ന രാഷ്ട്രീയ നേതാവിന്റെ, ജനപ്രതിനിധിയുടെ, ജനനേതാവിന്റെ ആ അന്ത്യ യാത്രയേപ്പ് അങ്ങേയറ്റം അദ്ദേഹം അർഹിക്കുന്ന തരത്തിൽ അദ്ദേഹം ജനങ്ങൾക്കിടയിലാണ് ജീവിച്ചത്, അവർക്കിടയിലാണ് പ്രസംഗിച്ചത്, അവർക്കിടയിലാണ് പ്രവർത്തിച്ചത്. ഏറ്റവും ഒടുവിലും അവർക്കിടയിൽ കിടന്ന് അവസാനയാളും തന്നെ കാണാൻ അവസരം കൊടുക്കുന്ന എല്ലാവരെയും ഒരു നോക്ക് കണ്ടുമടങ്ങുന്ന ഒരു വി എസിനെ കണ്ടുമടങ്ങുന്ന ജനം. അങ്ങനെ അങ്ങേയറ്റം വീരോചിതമായ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനുള്ള യാത്രയപ്പിന് സാക്ഷ്യം വഹിക്കുകയാണ് ആലപ്പുഴ. ആലപ്പുഴ എന്നത് ഇന്ന് കേരളത്തിന്റെ പരിച്ഛേദമായി മാറിയിരിക്കുന്നു. കേരളത്തിന്റെ രാഷ്ട്രീയം ഇന്ന് ആലപ്പുഴയിലാണ്. കേരളത്തിലെ ജനങ്ങളുടെ മുഴുവൻ പ്രതിനിധികളും ഇന്ന് ആലപ്പുഴയിലാണ്. കേരളത്തിന്റെ കണ്ണും കാതും ആലപ്പുഴയിലെ ഈ കടലോരത്ത് റിക്രിയേഷൻ ഗ്രൗണ്ടിൽ വി എസിനെ യാത്രയാക്കുകയാണ്. അല്പസമയത്തിനകം വലിയ ചുടുകാടിൽ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്കൊപ്പം അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളും. സൈഫുദ്ദീൻ. തീർച്ചയായും റിക്രിയേഷൻ ഗ്രൗണ്ടിലെ ഈ പൊതു ദർശനം വേഗത്തിൽ അവസാനിപ്പിക്കാനുള്ള ഒരു ശ്രമം ഇപ്പോൾ പാർട്ടി നേതാക്കൾ ചേർന്ന് നടത്തുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ 2 കാര്യങ്ങളുണ്ടാകും. ഒന്നുകിൽ വളരെ കൂടുതൽ പേർ ഇപ്പോഴും അന്ത്യാഭിവാദ്യം അർപ്പിക്കാനായി പുറത്ത് കാത്തു നിൽക്കുന്നുണ്ടാവണം, അല്ലെങ്കിൽ വേഗത്തിൽ തന്നെ ഭൗതികദേഹം വലിയ ചുടുകാട്ടിലേക്ക് എടുക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവും. രണ്ടിലേതാണെന്ന് ഇപ്പോഴും വ്യക്തമല്ല.
എങ്കിലും വേഗത്തിൽ ഇത് അവസാനിപ്പിക്കാനുള്ള ഒരു ശ്രമം ഇപ്പോഴുണ്ട്. പക്ഷേ അവിടെ VS-നെ കാത്തുനിന്ന മഴ കൊണ്ട് പെരുമഴയത്തും കാത്തുനിന്ന അവസാനത്തെ മനുഷ്യനും വാനിലേക്കൊന്ന് മുട്ടിച്ചുരുട്ടി റെഡ് സല്യൂട്ട് പറയാനുള്ള അവസരം നൽകാതെ ഈ പൊതുദർശനം അവസാനിപ്പിക്കില്ല എന്ന ഉറപ്പ് നേതാക്കൾ അവിടെ അനൗൺസ്മെന്റിലൂടെ തന്നെ നൽകുന്നുണ്ട്. പക്ഷെ എപ്പോഴും ഒന്ന് വേഗത്തിലാക്കണമെന്ന നിർദ്ദേശം നിരന്തരം നൽകിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അങ്ങനെ 8 മണിക്ക് തന്നെയെങ്കിലും വലിയ ചുടുകാട്ടിലേക്ക് എത്തിക്കാൻ കഴിയുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ബാക്കിയാകുന്നത്. പക്ഷേ അതിന് സാധ്യതയുണ്ടോ എന്നറിയില്ല. കാരണം റിക്രിയേഷൻ ഗ്രൗണ്ടിൽ നിന്ന് ഈ ചുടുകാട്ടിലേക്കുള്ളൊരു യാത്ര, ഒരു വിലാപയാത്ര, അതിന് എത്ര സമയം പിടിക്കുമെന്നൊരു ചോദ്യമുണ്ട്. കാരണം നേരത്തെ DC ഓഫീസിൽ നിന്ന് ഈ 3 കിലോമീറ്റർ മാത്രമേ ഈ റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്കുള്ളൂ. 3 കിലോമീറ്റർ താണ്ടാനെടുത്ത സമയം 1 മണിക്കൂറാണെന്നുള്ളത് കൂടി കാണണം. അപ്പോൾ പൂർണ്ണമായും സമയക്രമങ്ങളെല്ലാം തെറ്റിയ പാളിയ സന്ദർഭങ്ങളിലൂടെയാണ് VS-ൻ്റെ വിടവാങ്ങൽ കടന്നു പോകുന്നത്. അതുകൊണ്ട് എപ്പോഴായിരിക്കും സംസ്കാരം എന്ന കാര്യത്തിലൊന്നും ഒരു തീർച്ചയും ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. അത് നടക്കുമ്പോൾ നടക്കും എന്ന് മാത്രമേ ഈ സമയം കാണാൻ കഴിയുകയുള്ളൂ. എന്തായാലും വിടപറയലിൻ്റെ യാത്ര പറച്ചിലിൻ്റെ ഓരോ ഘട്ടങ്ങൾ ഒന്നൊന്നായി പിന്നിടുകയാണ് VS. ഇന്നലെ തലസ്ഥാന നഗരിയോട് അനന്തപുരിയോട് വിട പറഞ്ഞു. അവിടെ നിന്ന് വേലിക്കകത്ത് വീട്ടിലേക്കുള്ള യാത്രയായിരുന്നു. സമയമേറെ എടുത്തു, വിചാരിച്ചതിൽ കൂടുതൽ സമയമെടുത്തു. ഇന്നലെ രാത്രി എത്തേണ്ടത് ഇന്ന് ഉച്ചയ്ക്കാണ് എത്തിയത്. വളരെ ചുരുങ്ങിയ സമയം വീട്ടിൽ നിന്നു. VS-ൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലും ഒക്കെ വളരെ കുറഞ്ഞ സമയമേ അദ്ദേഹം വീട്ടിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. കൂടുതൽ സമയവും പുറത്തായിരുന്നു. മരണത്തിന് ശേഷവും അത് തന്നെയാണ് സംഭവിക്കുന്നത്. വീട്ടിൽ കുറഞ്ഞ സമയം മാത്രം, അത് കഴിഞ്ഞ് DC ഓഫീസിലേക്ക് പോകുന്നു. DC ഓഫീസിൽ 1 മണിക്കൂർ നേരം മാത്രം, അത് കഴിഞ്ഞ് റിക്രിയേഷൻ ഗ്രൗണ്ടിൽ വീട്ടിനോട് വിട പറഞ്ഞു, അനന്തപുരിയോട് വിട പറഞ്ഞു, ജന്മനാട്ടിനോട് വിട പറയുന്നു. ഇനിയിപ്പോൾ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ നിന്ന് വലിയ ചുടുകാട്ടിലേക്ക്, നിത്യതയിലേക്ക്, അമരത്വത്തിലേക്കുള്ള അവസാനത്തെ യാത്ര അതെപ്പോൾ ആരംഭിക്കുമെന്നതാണ് ചോദ്യം. അതും ഒരു വിലാപയാത്രയാണ്, അവസാനത്തെ വിലാപയാത്ര. റിക്രിയേഷൻ ഗ്രൗണ്ടിൽ നിന്ന് ഈ വലിയ ചുടുകാട്ടിലേക്കുള്ള യാത്ര, ആ യാത്ര ഇനി എങ്ങനെയാകും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. എന്തായാലും സമീപകാലത്തൊന്നും ഒരു രാഷ്ട്രീയ നേതാവിനും ലഭിക്കാത്ത യാത്രയപ്പ്, അതാണ് നമ്മൾ മെനഞ്ഞാന്ന് വിയോഗ വാർത്ത അറിഞ്ഞത് മുതൽ, അത് സ്ഥിരീകരിച്ചത് മുതൽ കാണുന്നത്. തീക്ഷ്ണമായ സമരങ്ങളുടെയും ഉജ്ജ്വലമായ പോരാട്ടങ്ങളുടെയും ഒക്കെ പ്രതീകമാകുമ്പോഴും ഹൃദ്യതയുടെ, ഹൃദയ നൈർമല്യത്തിൻ്റെ പ്രതീകമാകാനും ആർക്കും എപ്പോഴും കയറിച്ചെല്ലാവുന്ന ഒരു വാതിലാകാനും പീഡിതൻ്റെ, പ്രയാസപ്പെട്ടവൻ്റെ, അരികുവൽക്കരിക്കപ്പെട്ടവൻ്റെ ധൈര്യമാകാനും കുഞ്ഞുങ്ങളുടെയൊക്കെ, കുട്ടികളുടെയൊക്കെ പ്രിയപ്പെട്ട അച്ചുമാമനുമൊക്കെ ആകാൻ ഒരേ സമയം കഴിഞ്ഞതിൻ്റെ പ്രതിഫലനം, അതാണ് നമ്മൾ മിനിഞ്ഞാന്ന് മുതൽ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. അതിൻ്റെ തനിയാവർത്തനങ്ങളും അതിൻ്റെ തുടർച്ചകളും മാത്രം ഓരോ സമയങ്ങളിലും കണ്ടുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. വേഗത്തിൽ നടന്നു പോകാൻ ആവശ്യപ്പെടുന്നുണ്ട് ആളുകളോട്. വേഗത്തിൽ നടന്നു പോകുന്നവനും വാനിലേക്കൊന്ന് മുട്ടി ചുരുട്ടി ഒരു റെഡ് സല്യൂട്ട് നൽകി കടന്നു പോകുന്നു. അവരുടെയൊക്കെ ജീവിതത്തിലെ വളരെ കുറഞ്ഞ ഒരു നിമിഷം മാത്രമാണ് ആ VS-നെ ഒന്ന് കണ്ട്, ഒന്ന് എത്തി നോക്കി, ആ ചില്ലുകൂട്ടിലേക്കൊന്ന് എത്തി നോക്കിയാൽ കടന്നു പോകുന്ന 1-2 സെക്കൻഡ് ദൈർഘ്യം. പക്ഷേ ആ ഒരു 1-2 സെക്കൻഡിന് വേണ്ടി ഒരു പക്ഷേ ഇന്ന് രാവിലെ മുതലോ ഉച്ച മുതലോ കാത്തിരിക്കുന്ന, ഇങ്ങ് നിന്നോ എത്തിയ അനേകം മനുഷ്യർ, അവരുടെയൊക്കെ മനസ്സിൽ ആ സെക്കൻഡുകൾക്ക് എത്രമാത്രം വലിപ്പമുണ്ടാകുമെന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായ ഉത്തരമില്ല. നിശ്ചയമായും വരാനിരിക്കുന്ന ഓരോ തലമുറയും VS-നെ കുറിച്ച് അന്വേഷിക്കും, റെഫർ ചെയ്യും, പഠിക്കും, ഗവേഷണങ്ങൾ നടത്തും. അന്നൊക്കെ ഞങ്ങൾ VS-ൻ്റെ കാലത്ത് ജീവിച്ചിരുന്നവരാണ്, അല്ലെങ്കിൽ